അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. സ്വന്തമായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം സർക്കാർ കവർന്നെടുക്കുകയാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സമഗ്രമായ പദ്ധതിക്ക് വേണ്ടി നമ്മൾ അതിനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. ഞാൻ പറഞ്ഞു, ഓൾറെഡി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, കർഷകരുടെ ഈ ക്ലസ്റ്ററിൽ നിന്നുള്ള കർഷകരെ ഒരു 4-5 പേരെ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമുക്കൊരു നല്ലൊരു സ്കീം നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ ആവും. അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ സമയമുണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്കിലും പരമാവധി നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് സഹായിക്കാൻ ഞാനും കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു നല്ല പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ 2-3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് എന്നോട് പറഞ്ഞിരുന്നത്. ഒന്ന്, ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞത് ചാത്തമുണ്ട വരെയുള്ള നമ്മുടെ പാലുണ്ട മുതൽ ചാത്തമുണ്ട വരെയുള്ള റോഡിൻ്റെ പ്രശ്നമാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ചാത്തമുണ്ട മുതൽ മാത്രമല്ല, കാറ്റാടിപ്പാലം മുതൽ എടക്കര അങ്ങാടി മുഴുവൻ മുപ്പിനി കഴിഞ്ഞ് പാലുണ്ട വന്ന് പാലുണ്ടയിൽ നിന്ന് ചാത്തമുണ്ട വരെയുള്ള 9 കിലോമീറ്റർ 200 മീറ്റർ റോഡിന് 42,22 രൂപ നീക്കി വെച്ച് ടെൻഡർ ആയി എന്നുകൂടി നിങ്ങളുടെ സന്തോഷം. ഇനി ഇലക്ഷൻ വന്നാലും നമുക്ക് തടസ്സമല്ല. ടെൻഡർ ആയാൽ ടെൻഡർ ആരെങ്കിലും എടുത്ത് നമുക്ക് എഗ്രിമെന്റ് വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ വേണ്ടി സാധിക്കും. മലയോര മേഖലയിൽ വന്യജീവി സംഘർഷം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും വന്യജീവി സംഘർഷം തടയാനുള്ള സമഗ്ര പദ്ധതി സർക്കാർ നടപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. പാർപ്പിട മേഖലയ്ക്ക് 1,21,00,000, ഉത്പാദന മേഖലയ്ക്ക് 1,10,00,000, പട്ടികജാതി വിഭാഗത്തിന് 35,60,000 രൂപയും, ST വിഭാഗത്തിന് 56 ലക്ഷവും, റോഡ് അറ്റകുറ്റപ്പണികൾക്ക് 1,93,00,000 വകയിരുത്തിയ കരട് പദ്ധതി രേഖ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് K. ഷറഫ്നീസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. സാദിഖ് അലി, സിന്ധു അശോകൻ, അബ്ദു കുന്നുമൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോസ് മാത്യു, പഞ്ചായത്ത് അംഗം അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ T. മാധവൻ, T. മെഹബൂബ്, പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.